ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനിവിടെ ഒരു 3/4 കപ്പ് പരിപ്പ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചെറുപരിപ്പാണ് വെച്ചിരിക്കുന്നത്. ചെറുപരിപ്പോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പരിപ്പൊക്കെ ഉപയോഗിക്കാം. ഞാൻ ചെറുപരിപ്പ് വെച്ചു എന്നേ ഉള്ളൂ. കടലപ്പരിപ്പ് വേണ്ട എന്തായാലും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് വെച്ചിരിക്കുന്നത്. ഒരു 2 അല്ലി വെളുത്തുള്ളി ഉണ്ട്. ഒരു 10-12 ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് കാണാം. എടുത്ത് വെച്ച പരിപ്പ് കഴുകി അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് 1-2 ഇട്ടൊക്കെ മുറിച്ച് 2 പച്ചമുളകും കൂടെ ഇങ്ങനെ കീറി അതും കൂടി ഇടുകയാണ് ഇതിനകത്തോട്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ജീരകം അതും ഇട്ടു. ഇനി നമുക്ക് മഞ്ഞൾ ഒക്കെ ഇടണം. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അത്രയും തന്നെ 1.5 സ്പൂൺ മുളക് പൊടി. ഇത് പക്ഷേ ഇത് കാശ്മീർ ചില്ലിയാണേ. ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം, താഴെപ്പോയി. ഇനി ഞാനിതിന് കലക്കി വെച്ചിട്ടാണ് സാധാരണ എപ്പോഴും ചെയ്യാറ്. കാരണം ഈ മല്ലിക്ക് ചില സമയത്ത് കുത്തലുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഒഴിക്കും. അങ്ങനെയാണ്. എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വെച്ചു അല്ല. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് വെക്കാം. ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കഴുകി ഒഴിക്കാം. ഇനി ഞാൻ ഒരു ചെറിയ പീസ് കായപ്പൊടി ഉണ്ടെങ്കിൽ കായം പൊടി ഇട്ടത്. ഞാൻ കായം ആണ് എടുത്തിരിക്കുന്നത്. അതെടുത്ത് ഇതിലോട്ടില്ല. അത് കായനകത്തോട്ട് അലിഞ്ഞോളും. ഞാൻ വിട്ട് ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒരു പുളി എടുക്കുന്നുണ്ട്. ഈ പുളി ഏകദേശം ഒരു പുളിങ്കുരുവിൻ്റെ അത്ര എടുത്തിട്ടുള്ളൂ. അത്രയും മതി ഈ പുളി ഇതിന്. അതൊന്ന് വെള്ളത്തിൽ ചരച്ച് വയ്ക്കാൻ പോവാണ്. നമ്മളിവിടെ പരിപ്പൊക്കെ വേവിച്ചതല്ലേ, നോക്കട്ടെ വെന്തോന്ന്. വെന്ത്. നമുക്കിതൊന്ന് താളിക്കണം. വേറെ ഒരു സാധനം കൂടി ഇടാനുണ്ട്. ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. കണ്ടോ? അപ്പോൾ നമ്മൾ വേറെ ഒന്നും ഇട്ടില്ല, ഉള്ളി മാത്രം ഇട്ടിട്ട് പരിപ്പും. ഇത് നമുക്ക് താളിക്കാം. അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. താളിക്കാനുള്ള എണ്ണ. ഇതിലേക്ക് നമുക്ക് ഒരല്പം കടുക്, ഇത്രയും കടുക് മതി. കടുകൊന്ന് പൊട്ടട്ടെ. നമുക്കിതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി. കടുക് പൊട്ടണം, ഒച്ച കേൾപ്പിച്ചില്ല അല്ലേ? കടുക് പൊട്ടി. നമുക്കിനി ഉലുവ ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ താളിക്കില്ല, സാധാരണ താളിക്കുന്ന പോലെ തന്നെയാണ്. പൊട്ടി തുടങ്ങിയതാ. പൊട്ടി തുടങ്ങി. കടുക് ഇപ്പം പൊട്ടി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഉലുവ ഇട്ടു. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി, ചെറിയ ഉള്ളിയാണ്, ഇതൊന്ന് അരിഞ്ഞ് വെച്ചിട്ട് താളിക്കില്ല നമ്മൾ സാധനം. അതുപോലെ ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1-2 നമ്മുടെ ആവശ്യമനുസരിച്ച് മുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ എത്ര വേണമെങ്കിൽ ഇടാം, അങ്ങനെയൊന്നുമില്ല. മല്ലിയില ഇടാം, പക്ഷെ മല്ലിയില ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ഇടുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് ആവട്ടെ. മൂത്ത് വരട്ടെ. കുറച്ചും കൂടെ മൂക്കണം. ഉള്ളി മൂത്തിട്ടില്ല, ഇത്തിരി കൂടെ മൂക്കണം. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ നമ്മൾ സിമ്മിലിട്ട് എടുത്തിരിക്കുക. അത് മൂത്ത് വരുമ്പോൾ ഞാനിവിടെ പുളി കണ്ടല്ലോ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിയിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കണം. അപ്പോൾ ഈ വെള്ളം തന്നെ ഒഴിക്കാം നമുക്ക്. കണ്ടോ, കുറുകിയ വെള്ളമാണ്, എന്നാലും ഇത് ഒഴിക്കാം. ഇനി ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നു പുളിവെള്ളം. ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച സാമ്പാർ ഇതിലേക്ക് ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇത് തിളയ്ക്കണം നന്നായിട്ട്. സാമ്പാർ എപ്പോഴും നന്നായി തിളയ്ക്കും. കാരണം ഈ സാമ്പാർ തിളയ്ക്കണം എന്ന് പറയുന്നത് എനിക്ക് തോന്നി മല്ലി നന്നായിട്ട് വേവുണ്ടല്ലോ മല്ലിക്ക്. അതുകൊണ്ടായിരിക്കും മല്ലിക്കും പുളിക്കും വേവുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും സാമ്പാർ തിളയ്ക്കണം എന്ന് പറയണത്. അത് രണ്ടും നന്നായിട്ട് തിളച്ചില്ലെങ്കിൽ അതിനൊരു ചെറിയൊരു ചവർപ്പ് വരും. പുളിക്കായാലും മല്ലിക്കായാലും അങ്ങനെ വരും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ
ശർക്കരയാണ് ചീകി വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം 2 ടീസ്പൂൺ വരും. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിപ്പോൾ ഇത്രയും മതി. ഇത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് തിളയ്ക്കണം. സാമ്പാർ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് പൊതുവെ പറയും. എന്തിനോ വേണ്ടിയല്ല, മല്ലിയുടെയും പുളിയുടെയും ചവർപ്പ് മാറാൻ വേണ്ടി പാവം സാമ്പാർ തിളയ്ക്കുക. ഇവിടെ നന്നായിട്ടായിട്ടുണ്ട്. കുറച്ച് നേരമായി തിളയ്ക്കണം. ഞാനത് ഓഫ് ചെയ്യുകയാണ്. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച സാമ്പാർ, അത് കഷ്ണമൊന്നുമില്ലാതെ വെറുതെ പരിപ്പും ഉള്ളിയും മാത്രം ഇട്ടുണ്ടാക്കിയ സാമ്പാറാണ്. ഇത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അതായത് ഇഡ്ഡലി കാണാത്ത രീതിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിലാണ് സാമ്പാർ ഒഴിക്കേണ്ടത്. എന്നെപ്പോലെയുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഞാൻ സാമ്പാർ പ്രിയയാണ്. എനിക്ക് സാമ്പാറാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കറികളിൽ. കണ്ടോ ഇങ്ങനെ കാക്കയ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് കാക്ക ബഹളം. ഈ ദിവസം കാക്കയ്ക്ക് കൊടുക്കുന്നുണ്ട്. കാക്ക വിളിക്കുകയാണ്. റെഡിയാകുമ്പോൾ കാക്കയ്ക്ക് അറിയാം, എങ്ങനെയാണെന്നറിയില്ല കാക്ക വിളിക്കണം. ഇത്രയേ ഉള്ളൂ. സാമ്പാർ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണ്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ഇങ്ങനത്തെ ഡിഷിൽ ഇങ്ങനത്തെ പാത്രത്തിൽ വേണം കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ അത് വെറും പ്ലേറ്റിൽ കഴിച്ചാൽ സുഖമില്ല. നമ്മൾ എത്ര എണ്ണം കഴിക്കുന്ന അതനുസരിച്ച്. എന്നിട്ട് പിന്നെ ഇത് ഇതിലോട്ട് ഒഴിക്കണം. കണ്ടോ ഇങ്ങനെ. നമ്മൾ കഴിക്കാൻ നേരത്ത് നമ്മൾ വടയൊക്കെ കഴിക്കില്ല, രസവട, സാമ്പാർ വട, തൈര് വട, അതുപോലെ ഇത് കണ്ടോ ഇതിങ്ങനെ കഴിക്കണം.